കഴിഞ്ഞൊരു മാസമായിട്ടേ CJP പ്രൊട്ടസ്റ്റ് ഇതാ തീർന്നു. ഇനി ആരും വരുന്നില്ല, ആളില്ല, ഭയങ്കര മോശം. സോനം വാങ്ചുക്കിനെ പോലത്തെ എന്താണ് ചൈനീസ് തീവ്രവാദി കേട്ടോ, അങ്ങനെയാണ് നമ്മുടെ സംഖ്യകൾ പറയുന്നത്. ചൈനീസ് തീവ്രവാദി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കി, ഇനി ഞങ്ങളെ തൊടാൻ പറ്റില്ല എന്ന് കേന്ദ്രത്തിലെയും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെയും സകല സംഘ പരിവാണ കൂട്ടങ്ങൾ മാക്സിമം വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. പുഴുക്കൾ ഈ പുളകം കൊള്ളുന്ന പോലെ ഇങ്ങനെ പൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. സത്യത്തിൽ ഓരോ ദിവസം ചെല്ലും തോറും ആളുകളുടെ മനസ്സിലോട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വരികയാണ് നമ്മളെ രാജ്യം ഭരിക്കുന്ന വെട്ടാവളിയന്മാർ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് പൂർണ്ണ രൂപത്തിലോട്ട് എത്തി. ഇന്നിപ്പം പാർലമെൻറ്റ് മാർച്ചായ സമയത്ത് ഇന്നലെ രാത്രി മുതൽ ഈ പറഞ്ഞ CJP ഈ ഒരു പ്രൊട്ടസ്റ്റ് ഏരിയയിലോട്ട് 1000-10,000 ഒന്നുമില്ല, ഇഷ്ടം പോലെ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതോടുകൂടി സകല സമനിലയും തെറ്റിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്. അവിടെ ഇന്ന് പാർലമെൻറ്റ് മൺസൂൺ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ നോക്കുന്ന സമയത്തെ നമ്മുടെ ജന്തർ മന്ദിറിലോട്ട് വരുന്ന മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവർക്ക് ബാൻ ചെയ്താൽ മതി. അവർക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അവിടെ വരുന്ന ആളുകളെ ഇറങ്ങാൻ സമ്മതിക്കാണ്ട് തിരിച്ചു വിടുന്ന വീഡിയോസ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജന്തർ മന്ദിറിലെ ആ മെട്രോ സ്റ്റേഷൻ ഏതായിരുന്നു, അവിടുത്തെ ജന്തർ മന്ദിർ മെട്രോ, അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ടു. എന്നിട്ട് അങ്ങോട്ട് വരുന്ന ആളുകൾ അവിടെ ഇറങ്ങാൻ സമ്മതിക്കാണ്ട് അടുത്ത മെട്രോ സ്റ്റേഷൻ എന്താ 3 കിലോമീറ്റർ അപ്പുറത്തോട്ട് പോണേ. അപ്പോൾ ആളുകൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വെളിത്തരങ്ങളെ അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നവരോ. അത് മാത്രമല്ല, ഇത് മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടോ മാത്രമല്ല, ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ബാരിക്കേഡ് എന്താ ചെയ്തവരോ ബെൽഡ് ചെയ്തിട്ട് സ്ട്രോങ് ആക്കിക്കുക. അവർക്ക് അറിയാം അവരെ കയ്യിൽ നിൽക്കുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ എന്നുള്ളത്. പണ്ട് കർഷക സമരത്തിനായിരുന്നു റോഡ് വരെ പൊളിച്ച് പാലം വരെ പൊളിച്ച ഊച്ചാളികളാണ് രാജ്യം ഭരിക്കുന്നത്. അന്ന് കർഷകരിങ്ങനെ ട്രാക്ടറുമായിട്ട് ഇങ്ങനെ ഓടി വന്ന സമയത്തെ അവർ പാലം പൊളിക്കുക, റോഡ് പൊളിക്കുക, റോഡിൽ മുള്ള് കുത്തി വെക്കുക, മുള്ളാണി വെക്കുക, അള്ള് വെക്കുക. അത് രാജ്യത്തിന് തന്നെ അള്ള് വെക്കുന്ന ഊളകൾ അന്ന് കർഷക സമരം പൊളിക്കാൻ വേണ്ടി അള്ള് വെച്ച ടീമാണ്. ഇപ്പം ഇവിടെ എന്തൊക്കെ ചെയ്യുന്നത്, ഈ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ അടച്ചിടുക, മെട്രോ സ്റ്റേഷന് പുറത്ത് വരാൻ ആൾക്കാരെ സമ്മതിക്കുന്നില്ല, അങ്ങോട്ട് വരുന്ന ബാരിക്കേഡുകൾ ബെൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കുക, ഇമാതിരി എല്ലാ ഉച്ചാളി പരിപാടികളും ഈ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലുള്ള ആൾക്കാർ ചെയ്തു കൂട്ടുന്നുണ്ട്. ആളുകൾ ഒന്നും രണ്ടും അല്ല, നിങ്ങൾ ആ വീഡിയോസ് കാണണം. അയ്യോ ഇത്ര ദിവസം ആളില്ലേ CJP പോയേ, പാറ്റ ചത്തേ, മോദിജി ഹിറ്റ് അടിച്ചേ. സത്യം പറഞ്ഞാൽ ഹിറ്റ് അടിച്ചത് ഇപ്പോൾ മോദിജിയുടെയും ബാക്കിയുള്ള കംപ്ലീറ്റ് ടീമിൻ്റെ അണ്ണാക്കിലോട്ടായിപ്പോയി പാറ്റകളുടെ ഹിറ്റ്. സോനം വാങ്ചുക്കിനൊക്കെ അതായത് രാജ്യദ്രോഹിനെ കൊണ്ടുപോകുന്ന പോലെ ഈ വെള്ളത്തുണി പൊതിഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്കതൊന്നുമല്ല കോമഡി തോന്നിയത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് 2011 നമ്മുടെ അണ്ണാ ഹസാരെയും പിന്നെ ബാബ രാംദേവില്ലേ, ഏറ്റവും വലിയ കള്ളനാണ്, BJPയുടെ സ്വന്തം ആളാണ്. ഈ 2 കള്ളന്മാരും കൂടെ അന്ന് അവിടെ കുത്തിയിരുന്നിട്ട് സമരം ചെയ്ത സമയത്തെ നമ്മുടെ പ്രധാന അന്ന് കുറച്ച് പ്രസ്താവനകൾ പറഞ്ഞിരുന്നു. എനിക്കെൻ്റെ ഹൃദയം പൊട്ടുന്നു, എൻ്റെ കണ്ണുനീര് ഇളകുന്നു, എൻ്റെ സാധനം പിടുങ്ങ് വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഡയലോഗുകൾ അന്ന് അടിച്ചിരുന്നു. അതായത് എനിക്ക് എൻ്റെ കൈകളും കാലുകളും കെട്ടിയിട്ടിട്ടില്ലായിരുന്നെങ്കിൽ, കാരണം അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, കെട്ടിയിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആ മറ്റേ സമരത്തിന് അവരുടെ കൂടെ ഇരുന്നേനെ, നിന്നേനെ, നടന്നേനെ, മെലന്നേനെ എന്നും പറഞ്ഞിട്ട് വലിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ ആള് ഇപ്പം മറ്റേ മൗനി ബാബയാണ്, മിണ്ടാട്ടില്ല, നാവക്കാരെ അരിഞ്ഞു പോയി തോന്നിട്ട് ഒരു മിണ്ടാട്ടുമില്ല. ആ പ്രസംഗം ഒന്ന് കേട്ടു. അന്നത്തെ ജഗജില്ലാടി നമ്മുടെ എന്താ പറയുക സിംബം പ്രസംഗിച്ചയുടെ പ്രസംഗം കേട്ടു. भाइयों बहनों, मैं आज बहुत दुखी मन के साथ आपके बीच में आया, मन में बहुत आक्रोश लेकर के आया। इतिहास का ये काला दिन है, बड़ा भयंकर दिवस है, देश कभी इसको माफ नहीं कर सकता। ये क्या हो रहा है, क्या खेल खेला जा रहा है दोस्त, क्यों जुल्म ढोया जा रहा है? भाइयों बहनों, ये देश ऐसे नहीं चल सकता, ये देश ऐसे नहीं चल सकता है। ये जुल्म दिल्ली की सल्तनत ने किया है, इस प्रकार के षड्यंत्र कर रही है दिल्ली की सल्तनत। और ये दिल्ली की सल्तनत कान खुल करके सुन ले, ये देश बचेगा, यहाँ के जन बचेंगे, तभी को देश का भविष्य होने वाला है। इस देश के जन जन को कुचल करके कोई कुछ नहीं पा सकता। भाइयों बहनों, मैं देश के नौजवानों से आह्वान करना चाहता हूं, ऐसे जुल्म को सहन मत कीजिए। हिंदुस्तान की जनता लंबे अरसे तक पापों को झेलने की आदत नहीं रखती है। कितनी ही बड़ी सल्तनत क्यों न हो, हिंदुस्तान की जनता अगर एक बार मन बना करके खड़ी हो जाए तो सल्तनत की कुछ नहीं चलनी है। ये दिल्ली की सल्तनत के अंत का आरंभ हो चुका है। देश के नौजवान इस बात को लेकर के आगे बढ़े, ये समय की मांग है। ये जुल्म के सामने जंग ही एक रास्ता है दोस्तों। जुल्म के सामने झुकना ये इस देश की मिट्टी में नहीं है दोस्तों। इस देश की मिट्टी जुल्म के सामने झुकने का रास्ता कभी दिखाती नहीं है। इस देश की मिट्टी जुल्म के सामने जंग करने का रास्ता दिखाती है। भाइयों बहनों, आवाज थमने वाली नहीं, आवाज रुकने वाली नहीं है। ये आंदोलन चलता रहना चाहिए। കേട്ടില്ലേ നിങ്ങൾ? അന്നത്തെ സിംബം ഇന്ന് പല്ലൊക്കെ കൊഴിഞ്ഞിട്ട് വെറും ബിംബം മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ബിംബം നാട്ടിലുണ്ടോ?
ഇന്ത്യയിലുണ്ടോ? അപ്പോൾ ഇന്ത്യ വിസിറ്റ് വന്നിട്ടുണ്ടോ അറിയില്ല, പുറത്ത് എവിടെയൊക്കെ ആണല്ലോ, എപ്പോഴും പുറത്തായതുകൊണ്ട് അറിയില്ല. ഈ നമ്മുടെ ബിംബം നമ്മുടെ വിശ്വഗുരു ഇന്ത്യ വിസിറ്റിന് വന്നോന്ന് അറിയില്ല. എന്തായാലും വന്നിണെങ്കിൽ ഇനി പാർലമെന്റ് സെഷനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം ജസ്റ്റ് വന്ന് പോകണം. നമുക്ക് നെഹ്റുവിനെ 4 കുറ്റം പറയാനുള്ളതല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് പോയാൽ ഒരു ഉപകാരമായിരുന്നു. ഈ സംഘികൾക്ക് വീണ്ടും കുറേ കോമഡി സാധനം പീസുകൾ കിട്ടും, ഞങ്ങൾക്കൊക്കെ വീഡിയോ ചെയ്യാൻ കുറേ കാര്യങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വീണ്ടും ഇത്ര വലിയ വിവരമില്ലാത്ത വിവരം ടീംസാണ് രാജ്യം ഭരിക്കുന്ന ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. ഏതാണെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിരോധനാജ്ഞ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. 4 കൂടുതൽ ആളുകൾ അവിടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരെ അടിച്ചോടിക്കാനുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സെക്ഷൻ 144 ഉണ്ട്. അതുപോലെ തന്നെ ചാന്ദിനി ചൗക്ക്, പട്ടേൽ ചൗക്ക്, രാജീവ് ചൗക്ക്, ലോക് കല്യാൺ മാർഗ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഈ മെട്രോ സ്റ്റേഷനിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ മെട്രോ സ്റ്റേഷനും അടച്ചിട്ടിരിക്കുകയാണ്, ആളുകൾ അങ്ങോട്ട് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, ആളുകൾ ഏത് മെട്രോ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. പല പ്രതിപക്ഷ പാർട്ടി MP-മാർ അവിടെ പങ്കെടുക്കുന്നുണ്ട് പരിപാടിയിലോട്ട്. ഇനി എന്താ പറയുക, അതായത് ആ 30 ദിവസം അവർ സമയം കൊടുത്തിട്ട് ഇനി അവരൊന്നും വരില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നടന്ന സകല സംഘക്കൂട്ടങ്ങളുടെയും അണ്ണാക്കിലോട്ട് അടികിട്ടിരിക്കുന്ന ഒരു അവസ്ഥ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ആളുകൾ അതിൻ്റെ ഏരിയൽ വ്യൂവും അല്ല എല്ലാ വ്യൂസും ആൾക്കാർ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. AI ക്രിയേറ്റഡ് ഒന്നുമില്ല, ഇതൊക്കെ ഒറിജിനൽ വീഡിയോസാണ്. എത്രത്തോളം ആളുകളാണ് അങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോസും ഫോട്ടോസും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് സൈഡിൽ ഇതിൻ്റെ കുറേ ഇമേജസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമീപകാലത്ത് ഇപ്പം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റിലോട്ട് ഇന്നൊരു ദിവസം അത്രയും വലിയ ലെവലിലോട്ട് ഈ പ്രൊട്ടസ്റ്റ് മാറിയിട്ടുണ്ട്. സോനം വാങ്ചുക്ക് ഇപ്പോഴും നിരാഹാരം കിടക്കുകയാണ്. മറ്റേ ഡൽഹിയിലെ ഏത് ഹോസ്പിറ്റലായിരുന്നു, സഫ്ദർജംഗ് ഹോസ്പിറ്റലിലാണ് പുള്ളി കിടക്കുന്നത്. ഇപ്പുറത്ത് അഭിജിത് ദീക്ക ഇപ്പുറത്തും നിരാഹാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുള്ളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന്. അങ്ങനെ ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അവസ്ഥയിലായിരുന്നോ ഈ ഒരു സമരം മുഖം, അതായത് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ വന്നോ അതെല്ലാം പോയി എന്ന് വിചാരിച്ചു കൊടുത്തുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു എക്സ്പ്ലോഡ്, അതായത് പൊട്ടിത്തെറിച്ച അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നമ്മുടെ JP നദ്ദ നമ്മുടെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ചർച്ച ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയോന്ന് അറിയില്ല, ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തുടങ്ങാം. അത് പേടിച്ചു. ഇത്രയും ദിവസം നമ്മുടെ മൗനി ബാബമാരും മിണ്ടാണ്ടിരുന്നു. ആളുകൾ 1 അല്ല 2 അല്ല 1000 അല്ല 10000 അല്ല ലക്ഷങ്ങൾ വന്നു എന്ന് കണ്ട സമയത്ത് ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ചർച്ചയിൽ എന്തൊക്കെ നടക്കും, ഏതൊക്കെ സംസാരിക്കും, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ ആൾ, അതായത് 100ഉം 200ഉം പേപ്പർ ചോർച്ചകൾ ഉണ്ടായിട്ട് പോലും അവിടെ എപ്പോഴും വെട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ടീംസിനെ അങ്ങോട്ട് മാറ്റുമോ, അല്ലെങ്കിൽ വേറെ പുതിയ വല്ല ചായടിക്കാരനെ കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചർച്ചയുടെ അവസാനത്തിലോട്ട് കാണാം. അപ്പം പുതിയ അപ്ഡേറ്റുകൾ, ഈ ഒരു സമരത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം. ബൈ.